കർണാടക രാഷ്ട്രീയത്തിൽ ബി.ജെ.പി വിറപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ അപ്രതീക്ഷിത കുതിപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെയും തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ നടത്തിയ ഓപ്പറേഷൻ NDA കനത്ത പ്രഹരമായി മാറി. കർണാടക MLC തിരഞ്ഞെടുപ്പിലായിരുന്നു ഈ നിർണായക അട്ടിമറി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ബി.ജെ.പിയുടെ തട്ടകത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായാണ് ഈ ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ദക്ഷിണേന്ത്യയിലെ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായ കോട്ടയായ കർണാടകയിലെ ഈ വോട്ട് ചോർച്ച വെറും ഒരു പ്രാദേശിക പരാജയമായല്ല, മറിച്ച് അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം വീക്ഷിക്കുന്നത്. നിയമസഭയിലെ കൃത്യമായ കണക്കുകൾ കൈവശമുണ്ടെന്ന അമിതാത്മവിശ്വാസത്തിൽ MLA-മാരെ ആഡംബര റിസോർട്ടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്ന NDA നേതൃത്വത്തിന് അണിയറയിൽ നടന്ന നീക്കങ്ങൾ തിരിച്ചറിയാനായില്ല. ഡി.കെ. ശിവകുമാറും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ചേർന്ന് അതീവ രഹസ്യമായി നടത്തിയ തന്ത്രങ്ങളാണ് ബി.ജെ.പിയുടെയും JDS-ന്റെയും പാളയത്തിൽ വിള്ളലുണ്ടാക്കിയത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ മാത്രമാണ് ബി.ജെ.പി നേതൃത്വം തങ്ങളുടെ MLA-മാർ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്ത വിവരം തിരിച്ചറിഞ്ഞത്. കർണാടക മുഖ്യമന്ത്രി പദവിക്കായുള്ള ആഭ്യന്തര തർക്കങ്ങൾക്കിടയിലും പാർട്ടിയിൽ തനിക്കുള്ള സ്വാധീനം തെളിയിക്കാൻ ഡി.കെ. ശിവകുമാറിന് സാധിച്ചു എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും. 7 സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ ഭൂരിപക്ഷ പ്രകാരം കോൺഗ്രസിന് 4 സീറ്റുകൾ മാത്രമേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 5ാം സീറ്റിലേക്ക് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടാണ് ഡി.കെ. തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. ഫലം വന്നപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് 8ഉം JDS-ൽ നിന്ന് 4ഉം MLA-മാരാണ് കോൺഗ്രസിന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തത്. ബി.ജെ.പി JDS സഖ്യത്തിൽ നിന്ന് 12 MLA-മാരുടെ പിന്തുണ നേടിയ കോൺഗ്രസ് JDS സ്ഥാനാർത്ഥിയെ ദയനീയമായി പരാജയപ്പെടുത്തി. വിജയത്തിന് 28 വോട്ടുകൾ വേണ്ടിയിരുന്ന സ്ഥാനത്ത് കോൺഗ്രസ് പെട്ടിയിൽ വീണത് 151 വോട്ടുകളാണ്. മോദി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ച ഈ അട്ടിമറിയെ കുറിച്ച് അമിത്ഷാ കർണാടകത്തിലെ മുതിർന്ന ബി.ജെ.പി നേതാക്കളിൽ നിന്ന് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പാർട്ടിയിലെ ഗ്രൂപ്പ് പോലും യെഡിയൂരപ്പ വിരുദ്ധ ചേരിയുടെ അസംതൃപ്തിയുമാണ് ഡി.കെ. മുതലെടുത്തതെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് നൽകുന്ന സൂചന. ക്രോസ് വോട്ട് ചെയ്ത 8 ബി.ജെ.പി MLA-മാർ ആരാണെന്ന് കണ്ടെത്താൻ അമിത്ഷാ കടുത്ത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കർണാടക ബി.ജെ.പി നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ വൻ അഴിച്ചുപണിക്ക് ഈ ഫലം കാരണമാകുമെന്ന് ഉറപ്പാണ്. ഈ വിജയം വെറും ഒരു തുടക്കം മാത്രമാണെന്നും ബി.ജെ.പിയിൽ നിന്നും JDS-ൽ നിന്നും കൂടുതൽ പ്രമുഖർ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പാളയത്തിലേക്ക് നേരിട്ടെത്തുമെന്നും ഡി.കെ. ശിവകുമാർ സൂചന നൽകിയിട്ടുണ്ട്. ബി.ജെ.പി സംസ്ഥാന നേതൃത്വവും കോൺഗ്രസ് ജനപ്രതിനിധികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് വോട്ട് വാങ്ങിയതെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും ഡി.കെയുടെ നയതന്ത്രപരമായ മറുപടി ബി.ജെ.പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കടുത്ത മത്സരത്തിന് തൊട്ടു പിന്നാലെ കർണാടകയിൽ ബി.ജെ.പി കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങളുടെ തുടക്കമാവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. അമിത്ഷായുടെ രാഷ്ട്രീയ നീക്കങ്ങളെ സ്വന്തം തട്ടകത്തിൽ വെച്ചു തന്നെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞത് ഡി.കെയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തപ്പെടും. നിയമസഭയ്ക്കകത്തെ ഈ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്ക് വലിയ വില നൽകേണ്ടി വരും.